കർണാടകയിലെ ലാതൽ മസ്ഹക് ദർഗയിൽ ശിവരാത്രി ആഘോഷങ്ങൾ നടത്താനായിട്ട് സുപ്രീം കോടതി അനുമതി കൊടുത്തല്ലോ. ശരിക്കും എന്താണ് അവിടുത്തെ തർക്ക വിഷയം? അതൊരു ചരിത്ര വിഷയം കൂടിയാണ്. അത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഹിന്ദു സന്യാസി, രാഘവ ചൈതന്യ എന്നറിയപ്പെട്ടിരുന്ന ഒരു ഹിന്ദു സന്യാസിയുടെ സമാധി സ്ഥലമാണ് അത്. 15-ാം നൂറ്റാണ്ടിൽ അവിടെ തന്നെ ഒരു സൂഫി സന്യാസി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹവും അവിടെ തന്നെയാണ് സമാധി അടഞ്ഞത്. ആദ്യം ഈ രാഘവ ചൈതന്യയുടെ സമാധി സ്ഥലം എന്ന നിലക്ക് ആ പ്രദേശത്ത് രാഘവ ചൈതന്യ വലിയ ശിവഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ഒരു ശിവലിംഗ ശിവക്ഷേത്രമുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ശിവരാത്രി ആഘോഷങ്ങൾ, മഹാശിവരാത്രി ആഘോഷങ്ങൾ നടന്നിരുന്നു. അതിനിടയിലാണ് ഈ 15-ാം നൂറ്റാണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം വരികയും അവിടെ രണ്ടു കൂട്ടരും കൃത്യമായിട്ട് അവിടെ ഈ സൂഫി സന്യാസി പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ സുന്നികൾ സ്വീകരിച്ചിട്ടില്ലാത്തൊരു പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ബഷീറിൻ്റെ കഥ അനൽ ഹക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന്. അങ്ങനെ ബഷീർ ഒരു കഥ എഴുതിയിട്ട് ബഷീറിന് പിന്നീട് ഈ മത തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് ആ കഥ മാറ്റിപ്പറയേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിൽ ഭയങ്കര മതേതരത്വം പറയുന്ന കേരളത്തിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബഷീറിനെ പോലുള്ള ഒരാൾ. കാരണം അനൽ ഹക്ക് എന്ന് പറയുന്നത്, അഹം ബ്രഹ്മാസ്മി എന്ന സങ്കല്പം ഇസ്ലാമിൻ്റെ തത്വശാസ്ത്രത്തിനും ഇസ്ലാമിൻ്റെ മതവിശ്വാസത്തിനും എതിരാണ് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ സൂഫി പാരമ്പര്യത്തിൽ ഈ അനൽ ഹക്ക് അവർ പറയുന്നുണ്ട്. കാരണം അവർ തന്നെയാണ് ദൈവം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് അവരെത്തുന്നുണ്ട്. സുന്നി പാരമ്പര്യം അനുസരിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ ദൈവമായി തീരുക എന്ന് പറഞ്ഞാൽ കനത്ത ദൈവനിഷേധമാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നവനെ കൊല്ലുകയും ചെയ്യാം, ഇതാണ്. പക്ഷേ ഈ സൂഫി പാരമ്പര്യം വന്നതോടുകൂടി സൂഫിസത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളും അവിടെ പോയിരുന്നു. ക്രമേണ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്നൊരു ക്ലെയിം ഉന്നയിക്കപ്പെട്ടു. അത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയുന്ന ക്ലെയിമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അതത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടല്ലോ. അന്ന് മുതലേ അവിടെ ശിവക്ഷേത്രമുണ്ട്, ശിവ ആരാധനയുമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലം എങ്ങനെയാണ് ഒരു വഖഫ് പ്രോപ്പർട്ടിയാക്കി മാറ്റുക എന്നുള്ളതിൻ്റെ ചോദ്യം വന്നിട്ട് അത് തമ്മിലുള്ള തർക്കം അവിടെ നിലനിൽക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മഹാശിവരാത്രി പൂജ നടത്താറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മഹാശിവരാത്രി പൂജ നടത്താൻ പറ്റില്ല എന്ന് കാണിച്ചുകൊണ്ട് ഖലീൽ അൻസാരി എന്ന് പറയുന്ന ഒരാൾ കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ്, ഇത് ഇസ്ലാമിൻ്റെ പ്രോപ്പർട്ടിയാണ്. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇസ്ലാം മതത്തിന് വിരുദ്ധമായ സങ്കല്പങ്ങളുള്ള ഹൈന്ദവ ആചാരപ്രകാരമുള്ള പൂജകളും ഇതൊന്നും നടത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അത് നടത്താൻ വേണ്ടി വരുന്നവരെ നിർബന്ധമായിട്ടും നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി പോയത്. കർണാടക കോടതി ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് അവിടെ 15 പേരെ പൂജ നടത്താൻ അനുവദിച്ചു കൊണ്ട് ഉത്തരവിട്ട്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നില്ല. ഹൈക്കോടതിയുടെ ഈ ഉത്തരവിൽ ഇടപെടത്തക്ക വിധത്തിലുള്ള ഒരു കാര്യവും ഞങ്ങൾ ഇതിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഇവർ ഹർജി പിൻവലിക്കുകയാണ് ചെയ്തത്. കാരണം എതിരെ ഒരു വിധി അവിടെ ഇട്ട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ വക്കീൽ അത് പിൻവലിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. സൂഫിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ അനൽ ഹക്ക് പോലുള്ള സങ്കല്പങ്ങൾ, അത് സൂഫിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇസ്ലാമിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സുന്നികളും ഷിയാക്കുകളും ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് സൂഫി പാരമ്പര്യം എന്ന് പറയുന്നത് വേറൊന്നാണ്. അവർ ദൈവവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ദൈവം അവരിൽ തന്നെ ഉണ്ട് എന്ന് അവർ കണ്ടെത്തുകയും അതനുസരിച്ചിട്ടുള്ള അനുഭൂതി അവർക്കുണ്ട് എന്ന് അവകാശപ്പെട്ടവരുമാണ് ഈ സൂഫികൾ.
ആ സൂഫി പാരമ്പര്യത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ അനൽ ഹക്ക് എന്ന് പറയുന്ന കഥ എഴുതിയത്. കഥയല്ലാതൊരു ലേഖനം പോലെ വായിച്ചു പോകാവുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മതാനുഭവത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം പിന്നെ എഴുതുന്ന എല്ലാം കഥയായതുകൊണ്ട് അതും കഥയായിട്ടാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ ക്രമേണ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം മലബാറിൽ പോയി താമസിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള മുസ്ലിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ആ കഥ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാരമ്പര്യം, സൂഫി പാരമ്പര്യം ഇവിടെ ഉണ്ടായിരിക്കെ ആ സൂഫി പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് സൂഫികളുടെ സ്ഥലവും വഖഫാക്കി മാറ്റി സ്വത്തടിച്ച് മാറ്റുക തുടങ്ങിയിട്ടുള്ള രീതിയിലും ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങളെ മലിനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടും കൂടി പ്രവർത്തിക്കുന്നൊരു വിഭാഗമുണ്ട്. തിരുപ്പറംകുன்றത്ത് കണ്ടതാണ്. തിരുപ്പറംകുன்றത്തിൽ അത് കണ്ടതാണ്. തിരുപ്പറംകുன்றത്തിലും കോടതി റെഫ്യൂസ് ചെയ്യാണ് ചെയ്തത്. കാരണം അത്തരം ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായ രീതിയിലുള്ള ഒരു ദൂഷിത ഫലം ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടില്ല എന്നാണ് അന്ന് അവരതിനു വേണ്ടി പറഞ്ഞത്. അങ്ങനെ വന്നു പോയതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇവിടെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ് ഈ സംഭവം. അപ്പോൾ ഒരു അൻസാരി അല്ലെങ്കിൽ വേറൊരു അൻസാരി ഇത്തരം സംഭവങ്ങളുമായിട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ 15-ാം നൂറ്റാണ്ടിൽ ഒരു സൂഫി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പാണല്ലോ രാഘവ ചൈതന്യ വരുന്ന 14-ാം നൂറ്റാണ്ടിലല്ലേ. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലവുമാണ്, സൂഫിയും സമാധി സ്ഥലമാണ്. അപ്പോൾ വേണമെങ്കിൽ അവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും യഥേഷ്ടം പോയിക്കൊണ്ടിരുന്നതാണ്. ആ സ്ഥലത്ത് ഇനിയും ഹിന്ദുക്കൾ കയറാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിന് പറഞ്ഞ കാരണമാകട്ടെ മതപരമായ കാരണമാണ്. ആ മതപരമായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി വിശ്വാസത്തിന് വിരുദ്ധവുമാണ്. അതെ, ഇത് സൂഫി സന്യാസിയുടെ സമാധി സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ സൂഫി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങേണ്ടത്. പക്ഷേ മതപരമായിട്ട് കാര്യം ഇവർ പറയുന്നത് സൂഫി വിശ്വാസത്തെ അപ്പാടെ നിഷേധിക്കുന്ന കാര്യമാണ്. സൂഫി വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ഏകമത ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഷിർഡി സായിയിൽ ഇവർ ഇതേ അവകാശവാദം ഉന്നയിക്കാമല്ലോ. ഉന്നയിക്കേണ്ടതാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് ഉന്നയിക്കാത്തതിൻ്റെ കാരണം എന്താ? ഇനി ഇത് മാത്രമല്ല, ഈ മുസ്ലിം സുന്നി വിഭാഗത്തിൻ്റെയും ഷിയാക്കളുടെയും വിശ്വാസം അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ഈ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വിരുദ്ധമാണ്. അതെ, അല്ലാഹുവിൻ്റെ അടുത്ത് മാത്രമേ, അരൂപിയായ അല്ലാഹുവിൻ്റെ അടുത്ത് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഗുരുസങ്കല്പം ഇല്ല, വേറെ ഗുരുവില്ല, വേറെ ആരുമില്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ഒരു ഇടനിലക്കാരനാണ് പ്രവാചകൻ, അല്ലാണ്ട് പ്രവാചകന് വേറെ മഹത്വം ഒന്നുമില്ല. അങ്ങനെ ഒരു ഇടനിലക്കാരനായ പ്രവാചകൻ ഒരു മഹത്വം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രവാചകനെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവരിത്ര കിടന്ന് ബഹളം വെക്കണം എന്തിനാണെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരില്ലേ? അതെ, കാരണം അങ്ങേർക്ക് യാതൊരു മഹത്വമില്ല, അങ്ങേര് വെറുതെ ഒരു ഇടനിലക്കാരനാണ്. കാരണം അത് അതിൻ്റെ ഒരു മൂന്ന് കഴിവിൽ എന്ന് പറയുന്ന രീതിയിലാണ്. ദൈവം ഗബ്രിയലിനോട് പറഞ്ഞ്, ഗബ്രിയൽ പ്രവാചകനോട് പറഞ്ഞ്, പ്രവാചകൻ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് വെരിഫിക്കേഷൻ സാധ്യമല്ലാത്ത ഒരു ടെക്സ്റ്റാണത്. അതെ, ആ വെരിഫിക്കേഷൻ സാധ്യമല്ലാത്തൊരു ടെക്സ്റ്റ്. കാരണം ദൈവം എന്ത് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളാരാണ്? ഗബ്രിയലാണ്. ഗബ്രിയേൽ എന്ത് പറഞ്ഞു എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആരാണ്? പ്രവാചകനാണ്. ഇപ്പോൾ പ്രവാചകനുമില്ല, ഗബ്രിയേലും ഇല്ല, ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ, കാരണം നമ്മളാരും കണ്ടിട്ടില്ല, കാണാനോട്ട് പറ്റേയില്ല. ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചോളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അതനുസരിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഇതിന് പോലും ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രവാചകന് പോലും അത്തരം ഒരു മഹത്വം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാളുടെ ഖബറിന് വലിയ പ്രാധാന്യം വരുന്നത്? ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. എന്തായാലും പ്രവാചകൻ്റെ ഖബറിലൊരു പ്രാധാന്യം അവർ കൊടുത്തിട്ടില്ല. പ്രവാചകൻ്റെ ഖബറിനില്ലാത്ത ഒരു പ്രാധാന്യം ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ഖബറിന് വരുമോ? പക്ഷേ നമ്മൾ ഈ മാപ്പിള കലാപത്തെക്കുറിച്ചുള്ള മാപ്പിള 21 ഖിലാഫത്തിനോടനുബന്ധിച്ചുണ്ടായ മാപ്പിള കലാപത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവരും ഈ ഖബർസ്ഥാനിൽ പോയി നിന്ന് ജിഹാദികൾ പറഞ്ഞ ഷഹീദുകൾ എന്ന് വെച്ചാൽ ഈ രക്തസാക്ഷികൾ, അവരുടെ ഖബറിടത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് ഊറ്റം കൊണ്ടിട്ടാണ് ഹാലിളകി ഇവരിറങ്ങുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ
ഇവർ പറയുന്ന മതവിശ്വാസം ശരിയാണെങ്കിൽ തെറ്റാണ്. അതെ. ഇത് ശരിയാണെങ്കിൽ ഇവർ പറയുന്ന മതവിശ്വാസം അനുസരിച്ചല്ല ഇവിടെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എന്നും സമ്മതിക്കേണ്ടി വരും. അത്തരം ഒരു സന്ദർഭത്തിലാണ് ഞങ്ങളുടെ മതവിശ്വാസത്തിന് ഇത് എതിരാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ അൻസാരിയെ പോലുള്ളവർ കോടതിയെ സമീപിച്ചത്. കോടതി അത് തള്ളിക്കളയുകയും ചെയ്തു.